നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോട്ടും ശക്തമായ മഴ. ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തലപ്പാടി ടോൾഗേറ്റിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചു. 3 പേർക്ക് പരിക്ക്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. തൃക്കരിപ്പൂർ വൾവക്കാട്ട് പൂവളപ്പിൽ നിർത്തിയിട്ട കാറിന് നേരെ പോത്തിന്റെ പരാക്രമം. സൈഡ് മിറർ കുത്തിപ്പൊട്ടിച്ച് നമ്പർ പ്ലേറ്റും പെയിന്റും ഉൾപ്പെടെ കുത്തി നാശം വരുത്തി. UAE ദേശീയ ദിനം. പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ UAEയുടെയും പതാകകൾ ചേർത്ത് വെച്ച് തൃക്കരിപ്പൂർ പൂവളപ്പിൽ പ്രവാസി കൂട്ടായ്മയുടെ ആഘോഷം. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഉദിനൂരിൽ തിരശീല വീണു. 945 പോയിന്റ് നേടിയ ഹൊസ്ദുർഗ് സബ് ജില്ലയ്ക്ക് കിരീടം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരം സംബന്ധിച്ച് ആക്ഷേപം. പഞ്ചായത്തിലെ 8ാം വാർഡിലെ ഡോൺ ബോസ്കോ റോഡ് റീടാറിംഗ് തകർന്നതാണ് വിഷയം ചർച്ചയാകുവാൻ കാരണമായത്. വാർത്തകൾ വിശദമായി. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോട്ടും ശക്തമായ മഴ. റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളതിനാൽ ചൊവ്വാഴ്ച ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടു. തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകുവാൻ പാടുള്ളതല്ലെന്നും ജില്ലയിൽ ക്വാറികളിലെ ഖനനവും നിർത്തിവെക്കേണ്ടതാണെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനഫലമായി കാസർഗോഡ് ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. മലയോര പ്രദേശങ്ങളിലുൾപ്പെടെ രാവിലെയോടെയാണ് മഴ ആരംഭിച്ചത്. കാസർഗോഡ് നഗരത്തിൽ ഉച്ചയോടെ ആരംഭിച്ച മഴ ശക്തമായി തന്നെ പെയ്യുന്നു. തീരപ്രദേശങ്ങളിലും മഴ ശക്തമാണ്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലായിരുന്നു ആദ്യം റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് തിങ്കളാഴ്ച രാവിലെയോടെ കാസർഗോട്ടും കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അതിതീവ്രമഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് ഗ്രൗണ്ടിൽ നടത്താനിരുന്ന ഭിന്നശേഷി കായികമേള മാറ്റിവെക്കുകയും ചെയ്തു. ഇന്നും നാളെയുമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടും. തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകുവാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പിലുണ്ട്. ജില്ലയിൽ ക്വാറികളിലെ ഖനനവും ഇന്നും നാളെയുമായി നിർത്തിവയ്ക്കേണ്ടതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന ദേശീയപാത, സംസ്ഥാനപാത, മറ്റു റോഡുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ യാത്രക്കാർക്ക് കാണുന്ന തരത്തിലുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് കളക്ടർ നിർദ്ദേശം നൽകി. റോഡുകളിൽ കുഴികളോ മറ്റ് അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തരമായി അപകട സാധ്യത ലഘൂകരിക്കുവാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നും കളക്ടർ അറിയിച്ചു. നിലവിൽ ഫിൻചാൻ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിലൂടെ ന്യൂനമർദ്ദമായി അറബിക്കടലിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം തലപ്പാടി ടോൾഗേറ്റിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചു. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. സംഘർഷത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ KCN ന്യൂസിന്.
മഞ്ചേശ്വരം തലപ്പാടി ടോൾ ഗേറ്റിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നതും അത് കയ്യാങ്കളിയിൽ കലാശിക്കുന്നതും പതിവാകുന്നു. ഞായറാഴ്ച രാത്രി ടോൾ ഗേറ്റിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലെത്തുകയും സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വലിയ രീതിയിലുണ്ടായ ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. മംഗളൂരുവിൽ നിന്നും മഞ്ചേശ്വരത്തേക്ക് വരികയായിരുന്ന ഒരു കാർ നിയന്ത്രണം വിട്ട് ടോൾ ബൂത്തിലേക്ക് ഇടിച്ചു കയറിയ സംഭവമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ടോൾ സ്റ്റാഫ് കാറിന് തടയുവാൻ ശ്രമിച്ചെങ്കിലും കാറിലുണ്ടായിരുന്ന ഉള്ളാൾ സ്വദേശികളായ 2 പേർ ഇത് ചോദ്യം ചെയ്തു. ഇതോടെ മറ്റു ടോൾ ജീവനക്കാർ വിഷയത്തിൽ ഇടപെടുകയും ഇത് വാക്തർക്കം കൂടുതൽ ഗുരുതരമാക്കുവാനിടയാക്കുകയും ചെയ്തു. സംഘർഷത്തിനിടെ കാറിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടു. അതേസമയം വിവരമറിഞ്ഞ് സമീപവാസികളായ നാട്ടുകാരും സംഭവ സ്ഥലത്തെത്തി. പിന്നീട് ടോൾ ജീവനക്കാരും നാട്ടുകാരും തമ്മിലായി വാക്തർക്കം. ഇത് മൂർച്ഛിക്കുകയും കയ്യാങ്കളിക്കിടയാക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഉള്ളാൾ പോലീസ് സ്ഥലത്തെത്തുകയും ജനങ്ങളോട് പിരിഞ്ഞു പോകുവാൻ പറയുകയും ചെയ്തു. എന്നാൽ സംഘർഷത്തിന് അയവ് വരാത്തതോടെ പോലീസ് ലാത്തി വീശി. ഇതോടെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായത്. സംഘർഷത്തിൽ കാറിലുണ്ടായിരുന്ന ഉള്ളാൾ സ്വദേശികളിലൊരാളായ സുൽത്താൻ എന്നയാൾക്കും ടോൾ ജീവനക്കാരായ കർണാടക ഹെബ്രി സ്വദേശി മനു, ഉത്തർപ്രദേശ് സ്വദേശി സുധാം എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ഉള്ളാൾ പോലീസ് ആശുപത്രികളിലേക്ക് മാറ്റി. ടോൾ ഗേറ്റിൽ യാത്രക്കാരോട് ഗുണ്ടായിസമാണ് ടോൾ ജീവനക്കാർ കാണിക്കുന്നതെന്നും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വാഹനം തടയുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ಪ್ರದೇಶವಾಸಿയും ಗಡಿನಾಡ ರಕ್ಷಣವೇದಿಕೆ ಪ್ರೆಸಿಡೆಂಟುಮಾಯ ಸಿದ್ದಿಕ್ ತಲಪಾಡಿ ಮುನ್ನರಿಯಿಪ್ಪು നൽകി. ಯಾರೆಲ್ಲ ಸಿಬ್ಬಂದಿಗಳು ತಪ್ಪು ಮಾಡಿದ್ದಾರೆ ಅವರಿಗೆ ಕಠಿಣ ಶಿಕ್ಷೆ ಆಗಲೇಬೇಕು. ಆಗದಿದ್ದರೆ ನಾಳೆ ಖಂಡಿತವಾಗಿಯೂ ನಾವು ಇಲ್ಲಿ ಒಂದು ಗಾಡಿಯನ್ನು ಮುಂದೆ ಹೋಗಲಿಕ್ಕೆ ಬಿಡುವುದಿಲ್ಲ. ಖಂಡಿತವಾಗಿಯೂ ಈ ಗೂಂಡಾಗಿರಿ ನಿಲ್ಲಬೇಕು. ನಿಲ್ಲದಿದ್ದರೆ ನಿಲ್ಲಿಸ್ತೇವೆ. ನಾವು ಅಧಿಕಾರಿಗಳನ್ನು ಕೂಡ ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದೀವಿ. ಯಾಕೆ ಈ ಥರ ಆಯಿತು ಅಂತ ಈಗ ಇದು ನಿರಂತರವಾಗಿ ನಡೀತಾ ಇರುವಂಥದ್ದು. ಇದು ಇವತ್ತು ನಿನ್ನೆದಲ್ಲ. ಅಮಾಯಕರಿಗೆ ಎಷ್ಟು ಜನ ಕೊಡಿದ್ರು ಇವರು. ಯಾಕೆ ಕಾನೂನು ಕಣ್ಣು ಮುಚ್ಕೊಂಡು ಗೊತ್ತಿದೆ. ನಮಗೂ ಗೊತ್ತಿದೆ ಏನು ಮಾಡಬೇಕಂತ. ನಾವು ಕಾನೂನಿಗೆ ಮರ್ಯಾದೆ ಕೊಟ್ಟು ಇಷ್ಟು ದಿವಸ ನಿಂತಿದ್ದೀವಿ. ಇನ್ನು ಮುಂಚೆ ಇದಕ್ಕೆ ನಡೆಯುವುದಿಲ್ಲ. ಯಾರು ತಪ್ಪಿತಸ್ಥರು ಅವರ ವಿರುದ್ಧ ಕಠಿಣ ಕ್ರಮ ಆಗದಿದ್ದರೆ ನಾಳೆ ಖಂಡಿತವಾಗಿ ಒಂದೇ ಒಂದು ವಾಹನ ಈ ಟೋಲ್ ಗೇಟ್ ದಾಟಿ ಹೋಗ್ಲಿಕ್ಕೆ ನಾವು ಬಿಡುವುದಿಲ್ಲ. ടോൾ ബൂത്തിൽ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ വൾവക്കാട്ട് പൂവളപ്പിൽ നിർത്തിയിട്ട കാറിന് നേരെ പോത്തിന്റെ പരാക്രമം. സൈഡ് മിറർ കുത്തിപ്പൊട്ടിച്ച പോത്ത് നമ്പർ പ്ലേറ്റും പെയിന്റും ഉൾപ്പെടെ കുത്തി നാശം വരുത്തി. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. പ്രവാസിയായ പൂവളപ്പിലെ NP നിസാറിൻ്റെ ടൊയോട്ട എറ്റ്യൂസ് കാറിനോടാണ് പോത്തിൻ്റെ പരാക്രമമുണ്ടായത്. തൊട്ടടുത്ത് നടക്കുന്ന പ്രവാസി സംഗമത്തിനെത്തിയതായിരുന്നു നിസാർ. നിരവധി കാറുകൾ പാർക്ക് ചെയ്ത സ്ഥലത്തോട് ചേർന്ന് നിർത്തിയ നിസാറിൻ്റെ കാറിൻ്റെ മുന്നിലും ഇരുഭാഗങ്ങളിലും പോത്ത് കൊമ്പുകൊണ്ട് കുത്തി നാശമുണ്ടാക്കുകയായിരുന്നു. വലതുവശത്തെ മിററും നമ്പർ പ്ലേറ്റും കുത്തിപ്പൊളിച്ച പോത്ത് പെയിന്റ് ഇളകുന്ന തരത്തിൽ ഉരച്ച് നാശം വരുത്തി. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ പോത്തിനെ മാറ്റിക്കെട്ടിയതോടെയാണ് കാർ എടുക്കുവാനായത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരുങ്കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായ തൃക്കരിപ്പൂർ രാമവില്യം കഴകം കിഴക്കേ നടയിൽ മഹാസരസ്വതിയുടെ അപൂർവ ശില്പം സ്ഥാപിക്കുന്നു. നടപ്പന്തലിൻ്റെ ഭാഗമായി നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ശില്പം തൃക്കരിപ്പൂർ തലിച്ചാലത്തെ പ്രമുഖ ശില്പി പനക്കാച്ചേരി ബാലകൃഷ്ണനാണ് നിർമ്മിച്ചത്. 5.5 അടി ഉയരമുള്ള പത്മാസനത്തിലുള്ള മഹാസരസ്വതി ശില്പം 1 മാസം കൊണ്ടാണ് നിർമ്മിച്ചത്. ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്ന മഹാസരസ്വതിയുടെ ധ്യാനശ്ലോകം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശില്പത്തിന് രൂപം നൽകിയത്. ശ്രീപാർവതിയുടെ മൂർത്ത രൂപത്തിൽ നിന്നും ആവിർഭവിച്ചതിനാൽ ശൈവഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലാണുള്ളത്. 8 കൈകളിൽ മണി, ശൂലം, കലപ്പ, ശംഖ്, ഇരുമ്പുലക്ക, ചക്രം, വില്ല്, അമ്പ് തുടങ്ങിയവ ഏന്തി നിൽക്കുന്ന മഹാസരസ്വതി ശില്പം സിമന്റിലാണ് തീർത്തത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം കിഴക്കേ നടയിലാണ് സമർപ്പിക്കുന്നത്.
പെരുങ്കളിയാട്ടം നവീകരണത്തിൻ്റെ ഭാഗമായി പടിഞ്ഞാറേ നടയിലൊരുക്കുന്ന പ്രധാന കവാടത്തിൽ 17 ശില്പങ്ങളുടെ നിർമ്മാണം ബാലകൃഷ്ണൻ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. 2025 മാർച്ച് മാസത്തിൽ നടക്കുന്ന ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നിർമ്മിച്ച കിഴക്കേ നടപ്പന്തലിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ മഹാസരസ്വതിയുടെ ശില്പം. ഏകദേശം ഒരു മാസക്കാലത്തോളം എടുത്തുകൊണ്ട് കോൺക്രീറ്റിലാണ് ശില്പങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ആൻറ്റിക് ഫിനിഷിങ്ങിലാണ് പെയിൻറ്റിങ് ചെയ്തു വരുന്നത്. ആ രീതിയിലാണ് ഫിനിഷിംഗ് വർക്ക് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 പതിറ്റാണ്ടായി ചിത്രശില്പരംഗത്ത് സജീവമായ ബാലകൃഷ്ണൻ തലിച്ചാലം 17ാമത് വയസ്സ് മുതൽ ശില്പനിർമ്മാണ മേഖലയിലുണ്ട്. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്ര നടപ്പന്തലിൽ ദശാവതാര ശില്പങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് കളക്ട്രേറ്റിലെ റവന്യൂ വകുപ്പിൽ ജീവനക്കാരിയായ വളവറ ഉളിയത്തെ മാപ്പിടിച്ചേരി ഗിരിജയാണ് ഭാര്യ. മൃദുൽ കൃഷ്ണ, ഹൃദ്യ കൃഷ്ണ എന്നീ വിദ്യാർത്ഥികൾ മക്കളാണ്. ഉറുമീസ്, തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ UAEയുടെയും പതാകകൾ ചേർത്ത് വെച്ച പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പൂവളപ്പിൽ UAEയുടെ 53ാമത് ദേശീയ ദിനം ആചരിച്ചു. 40 വർഷത്തോളം അറബ് മണ്ണിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിതം നയിച്ച പ്രവാസികളും നാട്ടുകാരും ചേർന്നാണ് ആഘോഷങ്ങൾ ഒരുക്കിയത്. UAEയിൽ 42 വർഷത്തോളം തൊഴിൽ ചെയ്ത സാമൂഹ്യ സേവകൻ പൂവളപ്പ് ഇസ്മയിൽ അഹമ്മദ് ഹാജിയുടെ വീട്ടുവളപ്പിലാണ് പ്രവാസ ജീവിതം നയിച്ചവർ സംഗമിച്ചത്. 1973 മുതൽ UAEയിൽ പത്രവിതരണ രംഗത്ത് പ്രവർത്തിച്ച ഇസ്മയിൽ ഹാജി 30 വർഷത്തിനു ശേഷം മെട്രോ റെയിൽ കമ്പനിയിൽ സേവനം ചെയ്തു. 2018 നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മുഴുവൻ സമയ സാമൂഹ്യ സേവകനാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അറബികളുടെ കല്യാണ വിരുന്നുകളിലെ ബിരിയാണി ദുബായിലെ ലേബർ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകിയാണ് സാമൂഹ്യ സേവനത്തിന് ഇദ്ദേഹം തുടക്കമിട്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിലും UAE ദേശീയ ദിനത്തിലും പൂവളപ്പിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. UAEയിലെ റേഡിയോ സ്റ്റേഷനുകളിൽ കാൽനൂറ്റാണ്ട് പ്രോഗ്രാം ഡയറക്ടറായിരുന്ന പ്രമുഖ കലാകാരൻ രമേശ് പയ്യന്നൂർ UAE ദേശീയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അന്ന് UAE അല്ലെങ്കിലും ആ പേർഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരൊക്കെ പോകുന്നത്. ആ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങളൊക്കെ അന്ന് പേർഷ്യ എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ പേർഷ്യയിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടും, ജീവിക്കാൻ എന്തെങ്കിലും വക കിട്ടും എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ആൾക്കാർ അങ്ങനെ പോയിരുന്നത്. അങ്ങനെ പോയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. നമ്മള് പത്തേമാരി എന്ന ചിത്രം കണ്ടതല്ലേ, അതിലെ ആ കഥാപാത്രമൊക്കെ. അപ്പൊ അതുപോലുള്ള എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ ജാതിയില്ല, മതമില്ല, നമ്മളെല്ലാം മനുഷ്യരാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മളിപ്പോ ഒരു ജാതി മതമൊക്കെ ചിന്തിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതല്ലോ. അപ്പോൾ നമുക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. അങ്ങനെ പോയ എത്രയോ ആൾക്കാരുണ്ട്. അവരാണ് നമുക്കൊക്കെ ദുബായിലേക്കും UAEയിലേക്കും മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പാത തുറന്നു തന്നത്. MAC കുഞ്ഞബ്ദുല്ല ഹാജി അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മുഷ്താഖ് മാലി ദ്യൂബ്, MA ഇസ്മായിൽ ഹാജി, P ജമാൽ ഹാജി, KM കുഞ്ഞി, സത്താർ വടക്കുംപാട്, ഖലീൽ റഹ്മാൻ അൽ കാശിഫി, AK ഹാഷിം, B വിനോദ് കുമാർ, KV അംബു, NKP മുഹമ്മദ് കുഞ്ഞി, A നൌഷാദ്, MK കുഞ്ഞികൃഷ്ണൻ, VN അബ്ദുല്ല, MV സുലൈമാൻ എന്നിവർ സംസാരിച്ചു. അങ്കനവാടിയിലെ കുരുന്നുകൾക്കും കൈക്കോട്ടുകടവ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും വിവിധ നാടുകളിൽ നിന്നെത്തിയ പ്രവാസികൾക്കും മധുര പലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും പൂവളപ്പിൽ ഒരുക്കിയിരുന്നു. ഉറുമീസ്, തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരം സംബന്ധിച്ച് ആക്ഷേപമുയരുന്നു. പഞ്ചായത്തിലെ 8ാം വാർഡിലെ ഡോൺ ബോസ്കോ റോഡ് റീടാറിംഗ് ചെയ്തുവെങ്കിലും ഒരു മാസത്തിനകം തകർന്നതോടെയാണ് ഗുണനിലവാര വിഷയം ചർച്ചയായത്. കരാറുകാരൻ്റെ അനാസ്ഥയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമായതെന്ന ശക്തമായ ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ ഡോൺ ബോസ്കോ റോഡിന്റെ റീടാറിംഗ് 2.5 ലക്ഷം രൂപ ചെലവിലായിരുന്നു പൂർത്തിയാക്കിയത്. 150 ചതുരശ്ര മീറ്റർ റോഡ് ഒരു മാസത്തിനകം തകർന്നുപോയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിലെ ഗുണനിലവാരം സംബന്ധിച്ച് ആക്ഷേപമുയരുവാനും കാരണമായിട്ടുണ്ട്. കരാറുകാരൻ്റെ അനാസ്ഥയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമായതെന്ന ശക്തമായ ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത്.
മഴക്കാലത്തിന് മുന്നോടിയായി പണികൾ പൂർത്തിയാക്കിയെങ്കിലും ആദ്യമഴയോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നതും മരണക്കുഴികളായി മാറിയതും നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. റോഡ് തകർച്ചയുടെ കാരണം സ്കൂൾ അങ്കണത്തിൽ നിന്നുള്ള വെള്ളപ്പാച്ചിലാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ സ്കൂൾ അധികൃതർ ഈ ആരോപണം തള്ളുകയാണ്. കരാറുകാരൻ ബോധപൂർവം ഗുണനിലവാരക്കുറവ് വരുത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ പഞ്ചായത്ത് അധികാരികളെ നിയന്ത്രിക്കുന്ന നിലയിലാണെന്നും 150 ചതുരശ്ര മീറ്റർ റോഡിന്റെ പണികൾ പൂർത്തിയാക്കുവാൻ ഫണ്ടിൽ നിന്നും പണം പൂർണ്ണമായും വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഗുണനിലവാരത്തിൽ വലിയ അനാസ്ഥയാണ് കാണിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. നമുക്ക് റൈഷു സാർ ഇത് റോഡ് തരാമെന്ന് പറഞ്ഞ് റോഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റോഡിട്ടത് മാർച്ച് മാസത്തിലാണ്. ജൂണിൻ്റെ ഫസ്റ്റ് മഴയ്ക്ക് തന്നെ അതെല്ലാം പോയി. പിന്നെ അതുമാത്രമല്ല, ഇത് JCB കൊണ്ട് ഒത്തിരി ഇത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര ദൂരം കിളച്ചത് പിന്നെ പറഞ്ഞു അത്ര ദൂരം ഇല്ലെന്ന് പറഞ്ഞ് കുറച്ചിട്ട് പിന്നെ ഇട്ടത് ശരിയായിട്ടില്ല, എല്ലാം പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ വെള്ളം വിടുന്നുണ്ടെന്നാണ് പരാതി. അപ്പോൾ ഞാൻ പ്രസിഡൻറ്റ് പറഞ്ഞു അവർ LGDക്കാർ ആരെങ്കിലും വരും, എഞ്ചിനീയേഴ്സ് വരും, വന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ എഞ്ചിനീയേഴ്സ് ആവട്ടെ ആരാവട്ടെ വന്ന് നോക്കിയിട്ടില്ല. റൈഷു സാറിനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതേ കരാറുകാരൻ ഇതിനു മുൻപ് നിർമ്മിച്ച റോഡുകളും തകർന്നിരുന്നതായും ഇത് ആദ്യമായല്ല ഈ കരാറുകാരന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും പറഞ്ഞ നാട്ടുകാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ചത്തൂർ പദവ് തച്ചാണി റോഡും ആദ്യമഴയിൽ തന്നെ തകർന്നിരുന്നതായും സൂചിപ്പിച്ചു. ഈ റോഡ് തകർന്നതിനെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് KCN ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പഴയ പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിലും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയെടുക്കാത്തതാണ് ഇപ്പോഴത്തെ സംഭവത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചത്. ഡോൺ ബോസ്കോ റോഡ് റീടാറിംഗ് തകർന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ 8ാം വാർഡ് അംഗമായ അബൂബക്കർ സിദ്ദിഖിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ വിഷയത്തിൽ താൻ നാട്ടുകാരുടെ കൂടെയാണെന്നും കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ബോർഡ് യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും പ്രതികരിച്ചു. നാടിനെ ദുരിതത്തിലാക്കുന്ന ഗുണനിലവാരമില്ലാത്ത റോഡുകൾ ഉണ്ടാക്കുന്നതിലും അധികൃതരുടെ അനാസ്ഥയിലും കരാറുകാരന്റെ അഴിമതിയിലും ശക്തമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പളയിൽ വീട്ടുപറമ്പിൽ നിന്നും തേങ്ങകളും കോഴിക്കൂട്ടിൽ നിന്ന് കോഴികളെയും മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. കുബണൂർ കിതക്കാറിലെ K വിശ്വനാഥനെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുബണൂരിലെ അബ്ദുൽ ഖാദറിന്റെ വീട്ടുപറമ്പിൽ നിന്നും തേങ്ങകളും കോഴിക്കൂട്ടിൽ നിന്നും കോഴികളും മോഷണം പോയ സംഭവത്തിലാണ് കുബണൂർ കിതക്കാറിലെ K വിശ്വനാഥനെ കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും SI K ശ്രീജേഷും അറസ്റ്റ് ചെയ്തത്. ഒരു മാസത്തിനിടയിൽ അബ്ദുൽ ഖാദറിന്റെ വീട്ടുപറമ്പിൽ നിന്നും 150 തേങ്ങകളാണ് മോഷണം പോയത്. കോഴിക്കൂട്ടിൽ നിന്നും 3600 രൂപ വില വരുന്ന 4 കോഴികളെയും കാണാതായി. ഇതോടെ അബ്ദുൽ ഖാദർ പോലീസിൽ പരാതി നൽകി. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പളയിലെ ഒരു കോഴിക്കടയിലെത്തിയ പോലീസ് CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കോഴിയുമായി കടയിലെത്തിയ വിശ്വനാഥന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തി. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണത്തിന് പിന്നിൽ വിശ്വനാഥനാണെന്ന കാര്യം വ്യക്തമായത്. ഇയാളെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. അതേസമയം മോഷ്ടാവ് അറസ്റ്റിലായ വിവരമറിഞ്ഞ് 10ഓളം പേർ സമാന രീതിയിലുള്ള പരാതികളുമായി കുമ്പള പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഉദിനൂരിൽ തിരശ്ശീല വീണപ്പോൾ ഹൊസ്ദുർഗ് സബ് ജില്ല ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. 945 പോയിന്റ് നേടിക്കൊണ്ടാണ് ഹൊസ്ദുർഗ് സബ് ജില്ല ചാമ്പ്യൻ പട്ടം നേടിയത്. 258 പോയിന്റുകളുമായി കലോത്സവത്തിലെ ഓവറോൾ കിരീടം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ നേടി. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ച ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൊസ്ദുർഗ് ഉപജില്ല 945 പോയിന്റുകളുമായി ചാമ്പ്യൻ പട്ടം നേടി. കലോത്സവത്തിന്റെ തുടക്കം മുതൽ ഹൊസ്ദുർഗ് ആധിപത്യം പുലർത്തിയിരുന്നു. 890 പോയിന്റുകളുമായി കാസർഗോഡ് ഉപജില്ല 2ാം സ്ഥാനക്കാരായി. ആതിഥേയരായ ചെറുവത്തൂർ ഉപജില്ല 869 പോയിന്റ് നേടി 3ാം സ്ഥാനക്കാരായി. ബേക്കൽ 808 പോയിന്റും കുമ്പള 796 പോയിന്റും ചിറ്റാരേക്കാൽ 754 പോയിന്റും മഞ്ചേശ്വരം 621 പോയിന്റുകളും നേടി. 258 പോയിന്റുകളുമായി കലോത്സവത്തിലെ ഓവറോൾ കിരീടം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കി. 197 പോയിന്റുകളുടെ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനക്കാരായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 110 പോയിന്റുകളുമായി നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാമതെത്തി. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 2ാം സ്ഥാനത്ത്. ജേതാക്കൾക്ക് സംഘാടക സമിതി ചെയർമാൻ M രാജഗോപാലൻ MLA ട്രോഫികൾ സമ്മാനിച്ചു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്,
പഞ്ചായത്ത് അംഗവും സിനിമാ നടനുമായ പി കുഞ്ഞികൃഷ്ണൻ, പ്രിൻസിപ്പാൾ PV ലീല, PTA പ്രസിഡന്റ് VV സുരേശൻ, പിലിക്കോട് പഞ്ചായത്ത് അംഗം K ഭജിത്, സത്യൻ മാടക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉദനൂർ ഗ്രാമത്തിൽ രണ്ടാമതും വന്നെത്തിയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപനവും ആവേശകരമായി. ന്യൂസ് ബ്യൂറോ, ഉദനൂർ. കാസർഗോഡിനുള്ള വിൻടച്ചിൻ്റെ കരുതലിന് 1 വയസ്സ്. ആരോഗ്യ സേവന രംഗത്ത് ഒരാണ്ട് പൂർത്തിയായ വേളയിൽ വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഏറ്റവും നൂതനവും ജനോപകാരപ്രദവുമായ 4 ചികിത്സാ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ബുധനാഴ്ച സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. ആധുനിക ചികിത്സാരംഗത്ത് ദിശാബോധം സൃഷ്ടിച്ച കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 2ാം വർഷത്തിലേക്ക് കടക്കുന്നതായും ആരോഗ്യ സേവന രംഗത്ത് ഒരാണ്ട് പൂർത്തിയായ ഈ വേളയിൽ വിൻടച്ച് ഏറ്റവും നൂതനവും ജനോപകാരപ്രദവുമായ 4 പുതിയ ചികിത്സാ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്നതായും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മോഡേൺ MRI CT സ്കാനേഴ്സ്, സ്ട്രോക്ക് സ്ക്രീനിംഗ് സെൻറ്റർ, സെമി റോബോട്ടിക് ന്യൂറോ ഓർത്തോ റീഹാബിലിറ്റേഷൻ, IVF ജനറ്റിക് ടെസ്റ്റിംഗ് സെൻറ്റർ എന്നിവയാണ് നാടിന് സമർപ്പിക്കുക. മോഡേൺ MRI CT സ്കാനേഴ്സിൻ്റെ സമർപ്പണം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും, സ്ട്രോക്ക് സ്ക്രീനിംഗ് സെൻറ്ററിൻ്റെ സമർപ്പണം സ്വാമി സച്ചിദാനന്ദ ഭാരതിയും, സെമി റോബോട്ടിക് ന്യൂറോ ഓർത്തോ റീഹാബിലിറ്റേഷൻ്റെ സമർപ്പണം ഫാദർ മാത്യു ബേബിയും, IVF ജനറ്റിക് ടെസ്റ്റിംഗ് സെൻറ്ററിൻ്റെ സമർപ്പണം പ്രശസ്ത സിനിമാ താരം ശ്വേത മേനോനും നിർവഹിക്കും. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ്റെ സമയത്ത് CT MRI നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നില്ല. അതിനുശേഷം ഇമ്മീഡിയറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമൽ ഇനാഗ്രേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമൽ ഇനാഗ്രേഷൻ 4-ാം തീയതി ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും, ഉച്ചയ്ക്ക് 1 മണിക്ക്. അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾ ഇതിൻ്റെ സീഡ്സ് ഓഫ് ഇന്നസെൻ്റ് എന്നും പറഞ്ഞിട്ട് IVFൻ്റെ ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണത്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ വൈകുന്നേരം 4 മണിക്ക് സിനിമാ താരം ശ്വേത മേനോൻ നിർവഹിക്കും. സ്ട്രോക്ക് സ്ക്രീനിംഗ് സെൻറ്റർ അതിൻ്റെ ഉദ്ഘാടനവും അന്ന് തന്നെ 4 മണിക്ക് വിൻടച്ച് ഹോസ്പിറ്റലിൽ വെച്ച് സ്വാമി ശ്രീ സച്ചിദാനന്ദ ഭാരതി, അപ്പോൾ സ്വാമിജിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സെമി റോബോട്ടിക് ന്യൂറോ ആൻഡ് ഓർത്തോ റീഹാബിലിറ്റേഷൻ്റെ ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും 4 മണിക്ക് ഫാദർ മാത്യു ബേബി അദ്ദേഹം നിർവഹിക്കുന്നതാണ്. ആശുപത്രി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പളാഗേറ്റ്, ഡയറക്ടർമാരായ അബ്ദുൽ കരീം കോളിയാട്, ഹനീഫ് അരമന, ഡോക്ടർ ഹസീന ഹനീഫ്, ഡോക്ടർ ആയിഷത്ത് ഷക്കീല, മുഹമ്മദ് ദിൽഷാദ്, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഇസ്മായിൽ ഫവാസ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുനവർ ഡാനിഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക എയ്ഡ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജനറൽ ആശുപത്രി ART സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന പ്രമേയത്തിൽ ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ബോധവൽക്കരണ പൊതുസമ്മേളനം നടത്തി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഖം ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജനറൽ ആശുപത്രി ART സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടികൾ ശ്രദ്ധേയമായി. അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന പ്രമേയത്തിൽ ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ബോധവൽക്കരണ പൊതുസമ്മേളനവും നടത്തി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഖം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡുള്ള ആളുകൾ അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ഏത് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ആ ആളുകളൊക്കെ കരുതുന്നതും ആഗ്രഹിക്കുന്നതും ഫ്രീഡം നമുക്ക് കൂടുതൽ വേണം എന്നുള്ളതാണ്. ഈ ഫ്രീഡം കൂടുതൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ആരതി രഞ്ജിത്ത് എയ്ഡ്സ് ദിന സന്ദേശം നൽകി. ART സെൻ്റർ നോഡൽ ഓഫീസർ ഡോക്ടർ ജനാർദ്ദന നായിക് മുഖ്യ പ്രഭാഷണം നടത്തി. എയ്ഡ്സ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് ഉപഹാരങ്ങൾ കൈമാറി.
ART സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ മുബീന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. IMA കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബംഗേര, IMA സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത്, സ്റ്റാഫ് കൗൺസിൽ ചെയർപേഴ്സൺ ഡോക്ടർ ഷെറീന, നഴ്സിംഗ് സൂപ്രണ്ട് ലതായെ, KDNPS പ്രൊജക്ട് ഡയറക്ടർ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഫാർമസിസ്റ്റ് CA യൂസഫ് സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ പ്രഭിത ബാലൻ നന്ദിയും പറഞ്ഞു. ദിനാചരണത്തിൻ്റെ ഭാഗമായി കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ കലാകാരന്മാർ HIV ബോധവൽക്കരണ ചിത്രരചന നടത്തി. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരങ്ങൾ, പോസ്റ്റർ എക്സിബിഷൻ, ലഘുലേഖ വിതരണം തുടങ്ങിയ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ART സെന്റർ ജീവനക്കാരായ അനിൽകുമാർ, പ്രമീള കുമാരി, K നിഷ, സിന്ധു PK, ഫിദ ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക എയ്ഡ്സ് ദിനം IMA കാസർഗോഡും ദേളി HNC ആശുപത്രിയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. IMA കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ T ബംഗേര ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി IMA കാസർഗോഡും HNC ഹോസ്പിറ്റൽ ദേളിയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. IMA കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ T ബംഗേര ഉദ്ഘാടനം ചെയ്ത് ബോധവൽക്കരണ ക്ലാസ് നൽകി. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഘോഷവാക്യത്തിൽ ഈ പ്രാവശ്യത്തെ എയ്ഡ്സ് ദിനം നിങ്ങൾ ആചരിക്കുവാൻ ഈ രോഗത്തിൻ്റെ മെയിനായിട്ട് 3 ഭാഗമായിട്ട് ഞങ്ങൾ ഇതാക്കുക. ഒന്നാമത്തത് പ്രിവെൻഷനാണ്, രണ്ടാമത്തത് ട്രീറ്റ്മെൻറ്റ്, മൂന്നാമത്തത് ഇനി ഫ്യൂച്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിവെൻഷൻ. ഈ HIV അല്ലെങ്കിൽ എയ്ഡ്സ് പറയുന്ന ഈ രോഗത്തെ മെയിൻ ട്രീറ്റ്മെൻറ്റാണ് പ്രിവെൻഷൻ. സോ ട്രീറ്റ്മെൻറ്റ് ആസ് പ്രിവെൻഷൻ, ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്നത്. അതാണ് പബ്ലിക്ക് ഈ കാര്യത്തിൻ്റെ ഒരു അവയർനെസ് എല്ലാവർക്കും വേണം. HNC ഹോസ്പിറ്റൽ കാസർഗോഡ് അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ സ്വാഗതം പറഞ്ഞു. PRO അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുനവിറ അമീർ നന്ദി പറഞ്ഞു. ജൗഫർ, മിഥുൻ രാജ് എന്നിവർ സംബന്ധിച്ചു. HNC സ്റ്റാഫ് അംഗങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. നിരവധി പേരുടെ സാന്നിധ്യത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രാൻമ പുരുഷ സ്വയം സഹായ സംഘം മുണ്ടയാൻമാർ കടവിൻ്റെ നേതൃത്വത്തിൽ എരളാൽ മുതൽ കാലിച്ചാനടുക്കം ടൗൺ വരെ ശുചീകരിച്ചു. കിലോമീറ്ററുകളോളം റോഡിൻ്റെ കാഴ്ച മറച്ച് നിറഞ്ഞു നിന്ന കാടുൾപ്പെടെ വെട്ടിത്തെളിച്ചാണ് പാതയോരം വൃത്തിയാക്കിയത്. കായക്കുന്നിൻ്റെ യുവത്വം മുന്നിട്ടിറങ്ങി പാതയോരം ശുചീകരിച്ചു. ഗ്രാൻമ പുരുഷ സ്വയം സഹായ സംഘം മുണ്ടയാൻമാർ കടവിൻ്റെ നേതൃത്വത്തിൽ എരളാൽ മുതൽ കാലിച്ചാനടുക്കം ടൗൺ വരെയാണ് ശ്രമദാനം നടത്തിയത്. കിലോമീറ്ററുകളോളം റോഡിൻ്റെ കാഴ്ച മറച്ച് നിറഞ്ഞു നിന്ന കാടുകൾ വെട്ടിത്തെളിച്ചാണ് പാതയോരം വൃത്തിയാക്കിയത്. ഗ്രാൻമ പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി സനൽകുമാർ, പ്രസിഡന്റ് അഗസ്റ്റിൻ, മെമ്പർമാരായ പ്രദീപ്, സനൽ, ശ്രീജിത്ത്, വിജയൻ, സജിത്ത്, പ്രജീഷ്, സുജിത്ത്, സുനിൽ, അഗസ്റ്റിൻ, വിനീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പുതിയകണ്ടം, കാട്ടുകുളങ്ങര, മൂലക്കണ്ടം പ്രദേശങ്ങളിലെ തൊഴിലാളികളുടെ കൺവെൻഷൻ മൂലക്കണ്ടത്ത് നടന്നു. DCC മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പുതിയകണ്ടം, കാട്ടുകുളങ്ങര, മൂലക്കണ്ടം പ്രദേശങ്ങളിലെ തൊഴിലാളികളുടെ കൺവെൻഷൻ മൂലക്കണ്ടത്ത് നടന്നു. DCC മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട് ഇങ്ങനെ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് ഏത് ഗവൺമെന്റിനാണ് ഒരു അഭിമാനിക്കാൻ പറ്റുന്നത്? പറ്റില്ല. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കടം കിട്ടാത്തതിന്റെ പേരിൽ വിലപേശുകയാണ്. വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടിയിട്ട് കള്ള റിപ്പോർട്ട് നൽകി. ആ കള്ള റിപ്പോർട്ട് നൽകിയത് കൊണ്ടല്ലേ ആ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടുന്നതിനും മറ്റുള്ള ആനുകൂല്യം കിട്ടാതിരുന്നത്. എന്തിനാണ് ഈ കള്ള റിപ്പോർട്ട്? ഉള്ളതിന്റെ 10 ഇരട്ടിയോ ഒന്നോ എഴുതിയിട്ടാണ് കൊടുത്തത്. അത് പിന്നെ ഇപ്പൊ വെട്ടിച്ചുരുക്കി 3000 കോടിന്നോ എന്തോ പറഞ്ഞു. കേരള ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു. വയനാട്ടിൽ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ അവർക്ക് ആനുകൂല്യം മേടിച്ചു കൊടുക്കാൻ. എന്ന് ആലോചിച്ച് നോക്ക്. DCC സെക്രട്ടറി PV സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി.
കാട്ടുകുളങ്ങര യൂണിറ്റ് പ്രസിഡന്റ് പി കെ കാർത്യായനി അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ രവി മയീച്ച, അബ്ദുള്ള, പി വി ബാലകൃഷ്ണൻ, മധു കാട്ടുകുളങ്ങര, രമ പുതിയകണ്ഠം എന്നിവർ സംസാരിച്ചു. പുതിയകണ്ഠം യൂണിറ്റ് പ്രസിഡന്റ് ഒളിയക്കാൽ കുഞ്ഞിരാമൻ സ്വാഗതവും ഇ വി ശീലാവതി പുതിയകണ്ഠം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ണൂർ സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് പുരുഷ വനിത യോഗ ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും 1ാം സ്ഥാനം നേടിയാണ് ബ്രണ്ണൻ കോളേജ് ഓവറോൾ പട്ടം സ്വന്തമാക്കിയത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ 13 കോളേജുകളിൽ നിന്നായി 100-ലധികം പേർ മാറ്റുരച്ചു. കണ്ണൂർ സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് പുരുഷ വനിതാ യോഗ ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും 1ാം സ്ഥാനം നേടിയാണ് ബ്രണ്ണൻ കോളേജ് ഓവറോൾ പട്ടം സ്വന്തമാക്കിയത്. പുരുഷ വിഭാഗത്തിൽ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് 2ാം സ്ഥാനവും മാനന്തവാടി മേരി മാതാ കോളേജിന് 3ാം സ്ഥാനവും ലഭിച്ചു. വനിതാ വിഭാഗത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, മയിൽ ITM കോളേജ് എന്നിവ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഗ്രൂപ്പ് ഇനങ്ങളിലാണ് മത്സരം നടന്നത്. ഇരുവിഭാഗങ്ങളിലുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച 12 പേരെ ഈ മാസം 26 മുതൽ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 13 കോളേജുകളിൽ നിന്നായി 100-ലധികം പേർ മാറ്റുരച്ചു. കണ്ണൂർ സർവകലാശാല കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KV അനൂപ് ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം പ്രൊഫസർ P രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ പാലക്കുന്ന്, പ്രവീൺ മാത്യു, സജിത് അദിയാമ്പൂർ, MK സുധീഷ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത സമ്മാനദാനം നിർവഹിച്ചു. യോഗ എന്നുള്ളത് ഏത് ചികിത്സാരീതിയുമായും ജീവിതരീതിയുമായും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ യോഗ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നത് അത് പുതിയ തലമുറ ഏറ്റവും അധികം നല്ല മനസ്സോടെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോട്ടും ശക്തമായ മഴ. ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തലപ്പാടി ടോൾഗേറ്റിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചു. 3 പേർക്ക് പരിക്ക്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് ലാത്തി ചാർജ് നടത്തി. തൃക്കരിപ്പൂർ വൾവക്കാട്ട് പൂവളപ്പിൽ നിർത്തിയിട്ട കാറിന് നേരെ പോത്തിന്റെ പരാക്രമം. സൈഡ് മിറർ കുത്തിപ്പൊട്ടിച്ച് നമ്പർ പ്ലേറ്റും പെയിന്റും ഉൾപ്പെടെ കുത്തി നാശം വരുത്തി. UAE ദേശീയ ദിനം. പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ UAEയുടെയും പതാകകൾ ചേർത്ത് വെച്ച് തൃക്കരിപ്പൂർ പൂവളപ്പിൽ പ്രവാസി കൂട്ടായ്മയുടെ ആഘോഷം. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഉദിനൂരിൽ തിരശീല വീണു. 945 പോയിന്റ് നേടിയ ഹൊസ്ദുർഗ് സബ് ജില്ലയ്ക്ക് കിരീടം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരം സംബന്ധിച്ച് ആക്ഷേപം. പഞ്ചായത്തിലെ 8ാം വാർഡിലെ ഡോൺ ബോസ്കോ റോഡ് റീടാറിംഗ് തകർന്നതാണ് വിഷയം ചർച്ചയാകുവാൻ കാരണമായത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.